സുഹൃത്തുക്കളെ, ഈ ഫോട്ടോ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇലക്ഷൻ സമയത്ത് നമ്മുടെ പിണറായി വിജയൻ ഗവൺമെന്റ് വെച്ചൊരു പോസ്റ്റർ ആയിരുന്നു. ഓർമ്മയുണ്ടായിരിക്കും, ഒരു സംശയമില്ല. പോസ്റ്റർ ഇങ്ങനെയാണ്: വയനാട് ലോകോത്തര ടൗൺഷിപ്പ് നൽകാൻ മറ്റാരുണ്ട് LDF അല്ലാതെ? അതിവേഗം കൈമാറി എന്ന് പറഞ്ഞിട്ട് എത്രയാ, 178 വീടുകൾ അതിവേഗം കൈമാറി. ഒരു വർഷത്തിനുള്ള കൈമാറി, ഒറ്റ വർഷത്തിനുള്ളിൽ. വോട്ട് ഫോർ LDF എന്നായിരുന്നു അന്നത്തെ LDFന്റെ ആ ഒരു മുദ്രാവാക്യം. ഞങ്ങൾ വയനാടിന്, അവിടെ മുണ്ടക്കൈ ചൂരന്മലയിൽ അതീവ ദുരിതബാധിതരായിട്ടുള്ള ആളുകൾക്ക് ഞങ്ങൾ അവരാവശ്യപ്പെട്ടതുപോലെ ലോകോത്തര നിലവാരത്തിൽ ഒരു നൽകി, ടൗൺഷിപ്പ് നൽകി. അതിലെ 178 വീടുകൾ പണി തീർത്തു. ഞാൻ ഇപ്പോഴേ പറയുന്നു, 178 വീടുകൾ പണി തീർത്തു എന്നുള്ളതാണ് അന്നത്തെ ഒരു വാർത്ത. നോക്കൂ, ഈ ഒരു ബാനർ വെച്ച്, ഈ ഒരു പോസ്റ്റർ വെച്ചിട്ട് LDFനെ, പിണറായി വിജയനെ അപമാനിക്കുന്ന, പരാജയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് ചാനൽ ചർച്ചകളും ചാനൽ വീഡിയോസുകളൊക്കെ നമ്മളൊക്കെ ഇഷ്ടം പോലെ കണ്ടതാണ്. ഒരു ഫോട്ടോ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഇന്നലത്തെ ഫോട്ടോയാണ്. ഇന്നലത്തെ ഫോട്ടോ ഇന്നലെ തന്നെയല്ലേ, 3-ാം തീയതി. ഇന്നാണോ? സോറി എന്റെ മക്കളെ, സോറി. ഇന്നത്തെ ഫോട്ടോ 3-ാം തീയതി വന്ന ഫോട്ടോയാണ്. വലിയ മാറ്റമൊന്നുമില്ല എന്നല്ല, കണ്ടോക്കൂ. എന്താ വായിച്ചേ? നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ല? നന്നായിട്ട് വായിക്കൂ സുഹൃത്തുക്കളെ, നന്നായിട്ട് വായിക്കുക. വയനാട്ടുകാരും എല്ലാവരും നന്നായിട്ട് വായിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയി വന്നേ ഉള്ളൂ. താളം തെറ്റി വയനാട് ടൗൺഷിപ്പ് നിർമ്മാണം. ദൈനംദിന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഉദ്യോഗസ്ഥരില്ല. ഞാൻ ഇപ്പൊ പറയുന്നത്, അന്ന് ആ ഫ്ലെക്സ് ബോർഡിനെ പരിഹസിച്ച ആളുകളൊക്കെ വരും. ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് പറയും. 178 വീടുകളാണ് പിണറായി വിജയൻ കൈമാറിയത്. അവിടെ റോഡ് പണി അപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ദ്രുതവേഗതയിൽ നടക്കുമായിരുന്നു. ഞാനിപ്പോഴും പറയുന്നത് നടക്കുമായിരുന്നു. പിണറായി വിജയൻ 3.0 വന്നിരുന്നുവെങ്കിൽ അതിന് പകരം നാട്ടുകാർക്ക് മുഴുവൻ പിണറായി വിജയൻ വെറുക്കപ്പെട്ടവനായി, വേണ്ടാത്തവനായി അവിടേക്ക് VD സതീശൻ മേനോനെ കൊണ്ടുകയറ്റി. എന്തായാലും ഇദ്ദേഹം മേനോൻ അല്ലാത്തോണ്ടായിരിക്കാം ഇപ്പോൾ ആ ഒരു ഭാഗത്തെ വാർഡ് മെമ്പർ പറയുന്ന ദുരിതപൂർണമായിട്ടുള്ള വർത്തമാനം ഇനി നിങ്ങൾ കേൾക്കണം, കാണണം. കാരണം ഞാനൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും. ഈ മലപ്പുറത്ത് നിന്നിട്ട് ഇവൻ എന്നതായി വിളിച്ചു പറയുന്നേ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. ഞാൻ അത് വിട്ടുകളയുന്നു. അതിന് പകരമായിട്ട് ഇനി നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുന്നത് അതേ നാട്ടിലെ, അതേ വയനാട്ടിലെ ആ വീടുകളിരിക്കുന്ന ആ ടൗൺഷിപ്പ് ഭാഗത്തെ ഒരു ഭാഗത്തെ വാർഡ് മെമ്പറുടെ വർത്തമാനമാണ്. കേൾക്കി. ഈ റോഡുകളിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, ചളിയാണ്. ചളി മാത്രമല്ല, നമ്മളിപ്പോ 178 വീടുകൾക്ക് വീട്ടുകാരെ താമസിപ്പിച്ചിട്ടുണ്ട്. അതിൽ 120ഓളം വീടുകൾ വന്നിട്ടുണ്ട്. അവരുടെ വീടുകൾക്ക് പോകാൻ പോലും ഇതിൽ വഴിയില്ല. പോരാത്തതിന് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ വഴിയും റോഡും അവരുടെ വെള്ളം എല്ലാം മുടങ്ങിയിരിക്കുകയാണ്. ആളുകള് എങ്ങനെയുണ്ട്? വഴി മുടങ്ങിയിരിക്കുന്നു, വെള്ളം മുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ താമസിക്കുന്ന ആളുകളെ വീടുകളിലേക്ക് പോകാൻ പോലും വഴിയില്ല എന്നാണ്. എവിടെ വിള്ളല് കണ്ടെത്തിയവന്മാരെവിടെ? ഒരു വണ്ടായിരുന്നല്ലോ, എന്റെ വീടിന് വിള്ളലുണ്ട്, ഇതാ ഇപ്പൊ ചോർന്നൊലിക്കും എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നല്ലോ. എവിടെ? അവിടെ വീട് കിട്ടിയ ഒരുത്തനായിരുന്നു. ഈ ഗവൺമെന്റിനെ ഇടിച്ചു താഴ്ത്താൻ, ഈ ഗവൺമെന്റിനെ തകർക്കാൻ വേണ്ടിയിട്ട് അത്രയേറെ കഷ്ടപ്പെട്ടവർ ഇവരുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മനസ്സിലല്ലേ? അവർ UDF ആയിരിക്കാം, എന്തായിരിക്കാം, പക്ഷെ കിട്ടാൻ പോകുന്ന ഒരു വലിയ സൗഭാഗ്യമാണ്. ലോകോത്തര നിലവാരത്തിലുള്ള ഒരു വലിയ ടൗൺഷിപ്പ് ആയിരുന്നു. അത് പൂർത്തീകരിക്കണമെങ്കിൽ അന്നേ പറഞ്ഞിരുന്നു പിണറായി വിജയൻ തന്നെ തിരികെ വരണം. 3-ാം തവണയും പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ദിഷണാശാലിയായിട്ടുള്ള അദ്ദേഹം വന്നാൽ മാത്രമാണ് ആ വയനാട് ടൗൺഷിപ്പ് പൂർത്തീകരിക്കുകയുള്ളൂ. അല്ലാതെ VD സതീശൻ മേനോൻ ഗവൺമെന്റ് അതിൽ ഒരു കല്ല് പോലും എടുത്തു വെക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പ് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഒരല്പ സന്തോഷം എന്തോ എനിക്കുണ്ട്. എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. ഞാനിത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നേ? ഇതേ VD സതീശൻ അദ്ദേഹമൊക്കെ ഉള്ള കോൺഗ്രസ് എന്ന് പറയുന്ന ആ സംഘടന വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ 100 വീടിന് സ്ഥലം ഏറ്റെടുത്ത് വെച്ചു എന്നല്ലാതെ, അതിന്റെ മേലെ ഒരു കല്ലെടുത്ത് വെച്ചു എന്നല്ലാതെ, ആ കല്ലിന്റെ മേലെ വേറൊരു കല്ല് പോലും ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഇവരൊന്നും ചെയ്യത്തില്ല. അപ്പോഴാർക്കും വിശ്വാസമുണ്ടായില്ല. ഇവിടുത്തെ യൂട്യൂബേഴ്സ് ഒട്ടുമിക്ക ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെ സ്നേഹിക്കുന്ന യൂട്യൂബേഴ്സ് മുഴുവൻ പറഞ്ഞായിരുന്നു, എന്റെ പൊന്നു നാട്ടുകാരെ നിങ്ങൾ ചതിക്കല്ലേ,
ചതിക്കല്ലേ, മെനക്കെടുത്തിന് പരിപാടി ചെയ്യല്ലേ, വെറുതെ അവന്മാർക്ക് വോട്ട് കുത്തല്ലേ എന്ന് പറഞ്ഞപ്പോഴൊന്നും വിശ്വസിച്ചില്ല. ഇപ്പൊ എന്തായി? കറണ്ട് കട്ട് എന്ന് പറയുന്ന ആ സംഭവം ആളുകൾ കാണാൻ തുടങ്ങി. അതും ഫുട്ബോൾ കളി നടക്കുന്ന സമയത്ത് കറണ്ട് കട്ട് കാണാൻ തുടങ്ങി. ഇല്ലേ? നമ്മുടെ റോഡിൽ മുഴുവൻ കുഴിയാവുമ്പോ കുഴിയുണ്ടാവും. എന്താ പറഞ്ഞേ? മഴക്കാലായ കുഴിയുണ്ടാവും. ആക്കെ സ്വാഭാവികമാണ്. സൈച്ചാളിങ് എന്നാണ് ഒരു മന്ത്രിയുടെ വർത്തമാനാണ്. മഴക്കാലായ കുഴിയുണ്ടാവും. മഴക്കാലമായതുകൊണ്ട് കുഴി ഉണ്ടായിട്ടുണ്ട്, അത് നികത്താനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും എന്ന് പറയുന്ന പകരമായിട്ട് മഴക്കാലായ കുഴി ഉണ്ടാവും, അത് സാധാരണയാണ്, അതിന്റെ പിന്നാലെ പൊയ്ക്കോളി എന്ന് പറയാണ്. നിങ്ങൾക്ക് ഇനി വല്ല മഴക്കാലത്ത് കുഴി ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പരാതിയുമായിട്ട് ഇദ്ദേഹത്തിന്റെ ഒക്കെ മുമ്പിലേക്ക് പോകാൻ കഴിയുമോ? അത് എന്ത് പറയും? കുഴി ഉണ്ടാവും, അത് സാധാരണയാണ്, ഉണ്ടാവും, പോയി കുത്തിരുന്നോളി എന്നല്ല പറയാ. ഇത് കേൾക്കേണ്ട ഗതികേട് ഉണ്ടായില്ലേ? ഒരാളെന്താ പറഞ്ഞേ? എന്തുകൊണ്ടാണ് ഇവിടെ ആരോഗ്യ മേഖലയൊക്കെ തകർന്നേ? അത് നന്നായിട്ട് മഴ പെയ്തുകൊണ്ടാണ്. ശുചീകരണ പ്രവർത്തനം നടത്താൻ എന്തേ നടത്താതിരുന്നത്? വൈദ്യുതി ഇല്ലാത്ത എന്തുകൊണ്ട്? എന്റെ സുഹൃത്ത്, ഞാൻ എന്താ പറയണ്ടേ? ഏതൊക്കെ മേഖലയാണ്? KSRTC തകരാൻ പോകുന്നു. ഒപ്പം തന്നെ പ്രൈവറ്റ് ബസ് അസോസിയേഷൻസ് അവർ പട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദിവസം 1500 രൂപയ്ക്ക് ജോലി ചെയ്തിരുന്ന ബസ് തൊഴിലാളികൾക്ക് ഇപ്പോൾ കിട്ടുന്നത് വെറും 600 രൂപയാ. 1000 രൂപയ്ക്ക് അടുത്ത് കുറവാ. ഇത് അവർ എവിടെ നിന്നുണ്ടാക്കും? ഇതാണ് പറയുന്നത്. ചിലർക്ക് കൊണ്ടേ പഠിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് ഈ പ്രദേശത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് കറണ്ട് കട്ടാവുന്നു, വെള്ളമില്ലാതാവുന്നു, റോഡില്ലാണ്ടാവുന്നു. വന്ന് താമസിച്ച എങ്ങനെയുണ്ട്? കറണ്ട് കട്ടാവുന്നു, റോഡില്ലാതാവുന്നു, വെള്ളമില്ലാതാവുന്നു. എന്തേ? ഇപ്പോൾ കേൾക്കാവുന്ന ഒരു വിവരം, ഇവർക്ക് മാസാമാസം കിട്ടിയിരുന്ന വാടക പോലും കിട്ടുന്നില്ല. എത്രയാണ്? 19,000, 25,000, 24,000, കറക്റ്റ് 24,000 രൂപ ഇവർക്ക് വാടക ഇനത്തിൽ അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾ കിട്ടിയിരുന്നു. അതുപോലും കിട്ടുന്നില്ല എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം. ബാക്കി കേക്ക്. റോഡും അതുപോലെ മറ്റു സൗകര്യങ്ങളും അടിയന്തരമായിട്ടൊരുക്കുകയും ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ നമ്മൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിവേദനം കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതല്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരെ ശക്തമായ സമരം കളക്ടറേറ്റിലേക്ക് നടത്തുവാനാണ് ഈ വാർഡിലെ ജനപ്രതിനിധി നിലക്ക് ഞങ്ങളുടെ തീരുമാനം. എങ്ങനെയുണ്ട്? മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഈ വർക്ക് നടക്കുന്നില്ല, അതുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പരാതി കൊടുക്കാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം. അവിടുന്ന് പറഞ്ഞതാ. വാർഡ് മെമ്പറാ പറയുന്നേ, ഞാനല്ല. ഇപ്പൊ എല്ലാവർക്കും സന്തോഷമായിണ്ടായിരിക്കും അല്ലേ? ആണ് ഈ ടൗൺഷിപ്പിന്റെ ഉത്തരവാദിത്തം ഫുൾ കളക്ടറാണ് ഇതിന്റെ ചെയർമാൻ അല്ലെങ്കിൽ ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങൾ നോക്കുന്നത്. അവർ നിർദ്ദേശത്തിന്റെ അനുസരിച്ചാണ് OLCC ഇവിടുത്തെ പണിയെടുക്കുന്നത്. അവർ എങ്ങനെയാണോ നിർദ്ദേശം കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. ഇതിന്റെ ടെക്നിക്കൽ മറ്റു സംവിധാനങ്ങളൊക്കെ നോക്കുന്നത് കിഫ്കോൺ മറ്റ് സംവിധാനങ്ങളുമാണ്. ഇതിന് സർക്കാരിന്റെ തലത്തിൽ മന്ത്രിമാരുടെ ഉപസമിതി ഉണ്ട്. ആ ഉപസമിതികൾ മീറ്റിംഗ് കൂടുകയും മാത്രമല്ലാതെ ഒരു മന്ത്രി വന്ന് സന്ദർശിച്ചു പോയി. അതിന്റെ അപ്പുറമല്ലാതെ ഈ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതിന്റെ അകത്ത് നിർമ്മാണ പ്രവൃത്തികൾ നിശ്ചലമാണ്. അത് അടിയന്തരമായി പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതിനകത്തെ കേക്കണം മക്കളെ. മീറ്റിംഗ് കൂടുകയും മാത്രമല്ലാതെ ഒരു മന്ത്രി വന്ന് സന്ദർശിച്ചു പോയി. അതിന്റെ അപ്പുറമല്ലാതെ ഈ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതിന്റെ അകത്ത് നിർമ്മാണ പ്രവൃത്തികൾ നിശ്ചലമാണ്. യെസ്, അതാണ്. ഇതിനകത്ത് നിർമ്മാണ പ്രവൃത്തികൾ നിശ്ചലമാണ്. സുഹൃത്തുക്കളെ, ടൗൺഷിപ്പ് പണി ഇപ്പോൾ തുടരുന്നില്ല. VD സതീശൻ ഗവൺമെന്റിന് നമ്മുടെ വയനാട്ടുകാരുടെ സ്നേഹം വ്യക്തമായിരിക്കുന്നു. അത് മുമ്പേ വ്യക്തമായതാണ് കോൺഗ്രസിന്റെ സ്നേഹം. ഇപ്പോഴത് ഒന്നുകൂടി വ്യക്തമായിരിക്കുന്നു. വെറും വാക്കുകൾ കൊണ്ടുള്ള കളി മാത്രമല്ലാതെ വേറെ ഒന്നും നടക്കുന്നില്ല. വെറുതെ കുറെ വാചക കസർത്ത് കൊണ്ടായ സുഹൃത്തുക്കളെ. വാചക കസർത്ത് ആർക്കും സാധിക്കുന്ന കാര്യമാണ്. പക്ഷെ അതല്ല വേണ്ടത്, പ്രവൃത്തിയാണ് വേണ്ടത്. വാക്കുകൾക്ക് അപ്പുറം ഡീഡുകളാണ് വേണ്ടത്. ഇപ്പൊ ഡീഡിന് പകരം ഡീലുകളുമായിട്ട് നടക്കുകയാണ്. എങ്ങനെയാണ് നമ്മുടെ കടലിന് വിൽക്കാമെന്നൊക്കെ ചിന്തിച്ച് നടക്കുകയാണ്. ഇപ്പോൾ തന്നെ ആ പോർട്ട് മിക്കവാറും വിട്ട് പണ്ടാരടക്കാനുള്ള എല്ലാ സാധ്യതയിലേക്കും നമ്മൾ പോകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ചിട്ട് അവിടെ എല്ലാം നിശ്ചലമാണ്. നോക്കൂ, പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ എത്ര വേഗതയിലാണ്. ആലോചിച്ചു, മൂപ്പർക്ക് മുണ്ടാകുത്തിരുന്നൂടെ അല്ലേ? മിണ്ടാകുത്തിരുന്നൂടെ? അതെ, ദുരിതമാണ്. എന്നാ അനുഭവിച്ചോളി. കുയ്യാണ്. എന്നാ വീണോളി. മഴക്കാലല്ലേ? മഴക്കാലായ വെള്ളപ്പൊക്കം ഉണ്ടാവും, ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവും, ആളുകളൊക്കെ മരിക്കും, എന്താ ചായിക്കോളി എന്ന് പറഞ്ഞ പോരെ? എന്താ അദ്ദേഹം പറഞ്ഞേ? അതല്ല പറഞ്ഞേ, നിങ്ങൾക്ക് എന്ത് വേണം? ഞങ്ങൾക്ക് ടൗൺഷിപ്പ് വേണം, കെട്ടിത്തരാം. അതിന് ബൃഹത്തായ ഒരു പ്ലാനാണ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ അത് ആർജവമുള്ള, അത് നാട്ടുകാരോട് സ്നേഹമുള്ള,
ഒരു ഗവൺമെന്റ് വേണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അതില്ല എന്നുള്ളതുകൊണ്ടാണ് ഇവർ വന്ന് 30 ദിവസത്തിന് ശേഷം അവിടെ ഒരു മന്ത്രി വന്ന് എത്തി നോക്കിയെന്നല്ലാതെ വർക്കൊരു തുള്ളി പോലും മുന്നോട്ട് പോയില്ല എന്ന് അവിടുത്തെ വാർഡ് മെമ്പർ നമ്മളോട് പറയുന്നു. നിരന്തരമായി ഇടപെടുകയും അതിന്റെ പരിഹാരം ഉണ്ടാക്കുവാൻ ഇവിടെയുള്ള നമ്മുടെ MLA മന്ത്രിയാണല്ലോ, ഈ പറയുന്ന ആളുകൾ ഉടനടി ഇതിനിടപെട്ടില്ലെങ്കിൽ അതിഭയാനകമായ അവസ്ഥ ഉണ്ടാവും ഇവിടെ. കാരണം മഴ പെയ്താൽ ഇവിടെ പാരമ്പര്യമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റ മിനിറ്റ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു പരസ്യം വന്നു. ഇതാ പ്രശ്നം. ഒറ്റ മിനിറ്റ് കേട്ടോ. ആളുകൾ വെള്ളത്തിന്റെ അടിയിലാവും, കൽപ്പറ്റ ടൗൺ വെള്ളത്തിന്റെ അടിയിലാവും. ഒറ്റ മഴക്ക് തന്നെ പുൽപ്പാറയിലെ പ്രദേശത്ത് വെള്ളം കയറുകയും ചെളി കയറുകയും ആളുകൾ വളരെയേറെ പ്രയാസപ്പെട്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് മാറ്റി താമസിപ്പിക്കുവാനുള്ള ആളുകളുടെ ലിസ്റ്റ് എടുക്കുവാനാണ് ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട് അവിടെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അവർ പറയുന്നത് ഇവിടെ വീണ്ടും മഴ പെയ്ത് വെള്ളപ്പൊക്കം പഴയ പോലൊക്കെ ഉണ്ടാവും, അവിടെ ടൗൺഷിപ്പ് അവിടെ എന്താ പറയാ മൊത്തം വെള്ളം കയറുന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യും, അവിടുത്തെ ആൾക്കാരെ മാറ്റി പാർപ്പിക്കാനുള്ള ലിസ്റ്റ് കൊടുത്തില്ലെന്നാണ്. അല്ലാതെ അവിടെ വർക്ക് പുരോഗമിപ്പിക്കാനോ അവിടെ ഉള്ള വർക്ക് നന്നായി നടത്തുവാനോ എന്നുള്ള ഒരു സംഗതി പോലും അവരുടെ കയ്യിലില്ല. ഇപ്പൊ അവർക്ക് സന്തോഷമായിട്ടുണ്ടാവും. ഒരു 4000 ചില ആൾക്കാരെ 40,000 വോട്ടൊക്കെ കൊണ്ടുപോയിട്ട് ജയിപ്പിച്ച ആളുകൾക്കൊക്കെ ഇപ്പോൾ ഒരല്പം ഹാപ്പിനെസ് വന്നിട്ടായിരിക്കും. ഹാപ്പിനെസ് മീറ്റ്സ് ക്വാളിറ്റി. എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, നോക്കാം. എങ്കിലും ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിൽ ഇടപെടണം. ഇടപെട്ടില്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഈ പ്രദേശത്ത് നിന്ന് ഉണ്ടാകുമെന്നുമാണ് ഞങ്ങൾക്ക് ഈ സംഭവത്തിൽ. ആഴ്ചയിൽ 2-3 ദിവസമാണ് വെള്ളം വരുന്നത്. ഇവരുടെ വർക്ക് കാരണം പൊട്ടിപ്പോവുകയാണ് എല്ലാ സ്ഥലങ്ങളിലും. അത് പരിഹരിക്കുവാൻ വാട്ടർ അതോറിറ്റിയെ നിർദ്ദേശിക്കുമ്പോൾ വാട്ടർ അതോറിറ്റിയും ഇതിൽ വന്ന് പണിയെടുക്കുന്നില്ല. അങ്ങനെ ഈ പ്രദേശത്തെ ആളുകൾക്ക് ഒരു 1.5 വർഷമായിട്ട് ആഴ്ചയിൽ 2 ദിവസം വെള്ളം, കറണ്ട് ഇല്ലാതാവുക, റോഡ് തീരെ ഇല്ല, ഒരു അസുഖം വന്ന് ആശുപത്രിയിലേക്ക് മതി എന്റെ പൊന്നു സുഹൃത്തെ. നാട്ടുകാർക്കൊക്കെ ഒന്നും മനസ്സിലാവൂല. കാരണം ഒരല്പം സ്വല്പമെങ്കിലും കാര്യങ്ങൾ തലയിലൂടെ ഒരു ഓളം പോയിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഇവിടെ 3.0 വരാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കില്ലായിരുന്നു. പിണറായി വിജയൻ തന്നെ വരുമായിരുന്നു. പക്ഷേ ഓളം അത്ര അധികം ഉണ്ടായില്ല. എല്ലാവർക്കും ചിരിക്കുന്ന മുഖ്യമന്ത്രിയും വരികയായിരുന്നു അല്ലേ? അപ്പൊ എല്ലാവരും ആ ഒരു ചിരി അങ്ങോട്ട് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുക. അപ്പൊ ഒരു ആശ്വാസം ഉണ്ടാവും. നമുക്കൊന്നുമില്ലേലും ചിരിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടല്ലോ. എന്തിനാണ് പിണറായി വിജയൻ ദാർഷ്ട്യക്കാരൻ, മൊരട്ട് മോന്ത അല്ലേ? പക്ഷെ അതിനു പകരം നമുക്ക് ചിരിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടല്ലോ. അടിപൊളി അല്ലേ? എന്നാ ചിരി. ബൈ.